ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അബ്സോർപ്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഡൈജഷൻ, സോഴ്സസ്, RDA, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പാർട്ടായിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് മൊത്തം കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരണേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്താ പറയാം, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്നാണ് കിട്ടുന്നുള്ളത്. ദീസ് ആർ ദ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ അല്ലേ. എന്താണ് ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ ആണെന്ന് നമുക്കറിയാം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുള്ള CH അതുപോലെ തന്നെ O അല്ലേ. ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബണെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിനറിയപ്പെടുന്നുള്ള മറ്റൊരു പേരാണ് കാർബോഹൈഡ്രേറ്റ്സ് ആർ എന്ത് പോളി ഹൈഡ്രോക്സി അല്ലേ. പോളിഹൈഡ്രോക്സി കീറ്റോൺസ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് എന്ന് പറയാം. പോളിഹൈഡ്രോക്സി കീറ്റോൺസ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഹൈഡ്രോക്സി എന്ന് പറയുമ്പോൾ എന്താണ്, OH ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ ഒരുപാട് OH ഗ്രൂപ്പ് അതിനകത്തുണ്ട്. അതിൻ്റെ കൂടെ ആരുണ്ട്, കീറ്റോൺസ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. കീറ്റോൺ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്, CO അല്ലേ. ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ CHO. അപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പോളിഹൈഡ്രോക്സി കീറ്റോൺസ് അല്ലെങ്കിൽ ആൽഡിഹൈഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. സാധാരണ ഇതിൻ്റെ എന്തെന്നാണ് ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2ON ആണ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ജനറൽ ഫോർമുലയാണ് CnH2ON. ഓക്കെ, ഇതിനകത്ത് N എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ N എന്ന് പറയുമ്പോൾ 1 കൊടുക്കുകയാണെങ്കിൽ കാർബൺ 1 ആയി, H2O, അപ്പോൾ ഓക്സിജനും 1 ആയി. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നുള്ളത്, ഇതിനകത്ത് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ ഇങ്ങനെയാണ്. CHO, കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെ റേഷ്യോ നമുക്ക് എടുക്കുകയാണെങ്കിൽ എപ്പോഴെങ്ങനെ കിട്ടിയ 1:2:1 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ ഒരു കാർബൺ ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും ഹൈഡ്രജൻ ഉണ്ടാവുക. പിന്നെ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും നമ്പർ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ C6H12O6, ഇതേതാണ്, ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഇവിടെ കാർബൺ എത്രയാണ്, 6, ഓയും 6 സെയിം തന്നെയാണ് അല്ലേ. ഓയും 6, കാർബണും 6, ഹൈഡ്രജൻ എത്രയാണ് വരുന്നുള്ളത്, അതിൻ്റെ ഡബിള്, അതായത് 12. പിന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എക്സാമ്പിൾ അറിയാമല്ലോ നമുക്ക്, എന്താണ്, സ്റ്റാർച്ച്, അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, പിന്നെ സൂക്രോസ്, അതുപോലെ തന്നെ സെല്ലുലോസ്, ഇതൊക്കെ എന്താണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു ജനറലായിട്ടുള്ളൊരു സാധനം കിട്ടിയല്ലോ. ഇനി നമ്മളതിൻ്റെ ഫംഗ്ഷനിലോട്ട് പോകാം. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് പറയാം എന്താണ്, ചീഫ് എനർജി സോഴ്സ് അല്ല, മെയിൻ സോഴ്സ് ഓഫ് എനർജി. നമ്മുടെ ബോഡിക്കകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മെയിനായിട്ടുള്ള എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഈ കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ അത്ലറ്റ്സ് ഒക്കെ എന്താണ് ഗ്ലൂക്കോസ് കഴിക്കുന്നത് കണ്ടിട്ടില്ല. അതെന്തിനാണ്, പെട്ടെന്ന് ആ ഒരു എനർജി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് കഴിക്കുന്നുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലൂക്കോസൊക്കെ കൺസ്യൂം ചെയ്യുന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഫങ്ഷൻസിലോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് എന്താ പറഞ്ഞത്, ഫങ്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻ സോഴ്സ് ഓഫ് എനർജി, മെയിൻ എനർജി സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സെൽസിനും എനർജി ആവശ്യമാണ്. പക്ഷേ കൂടുതലായിട്ടും നമ്മുടെ ബ്രെയിൻ സെൽസും അതുപോലെ തന്നെ നമ്മുടെ RBCസുമാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എനർജി സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ആരൊക്കെയാണ്, ബ്രെയിനും അതുപോലെ തന്നെ RBCസുമാണ് മെയിനായിട്ട് ഈ കാർബോഹൈഡ്രേറ്റിന് എനർജി സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് 4 കിലോ കലോറി കിട്ടും. എന്താണ്, 4 കിലോ കലോറീസ് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ മനസ്സിലായാലോ, എന്താണ്, മെയിൻ എനർജി സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി, അതായത് നമ്മുടെ ബോഡിക്കകത്ത് നമ്മളിപ്പോൾ ആനിമൽസ് അല്ലേ, നമ്മളിപ്പോൾ ആനിമൽസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നവരല്ലേ, സ്റ്റോറേജ് ഫോം ഓഫ് എനർജി. അപ്പോൾ ആനിമൽസിൻ്റെ കേസിൽ അത് ഗ്ലൈക്കോജനായിട്ടായിരിക്കും. അതുപോലെ തന്നെ പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യുന്നുള്ളത് സ്റ്റാർച്ചിൻ്റെ ഫോമിലുമാണ്. അപ്പോൾ ഇത് രണ്ടും, ഗ്ലൈക്കോജനും സ്റ്റാർച്ചും എന്തിൻ്റെ എക്സാമ്പിളാണ്, കാർബോഹൈഡ്രേറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി ആയിട്ട് നമുക്ക് പറയാം. പിന്നെ എക്സസ് ആയിട്ട് വരുന്നുള്ള ഈ കാർബോഹൈഡ്രേറ്റിന് നമ്മൾ എന്താവും, ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ടഡ് ടു ഫാറ്റ്, എന്താണ്, എക്സസ് ആയിട്ട് വരുന്നുള്ള എനർജിനെ നമ്മൾ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗ്ലൈക്കോ പ്രോട്ടീൻ, അതുപോലെ തന്നെ ഗ്ലൈക്കോ ലിപ്പിഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോട്ടീൻ്റെ കൂടെ ആര് കൂടിയുണ്ട്, കാർബോഹൈഡ്രേറ്റ് കൂടിയുണ്ട്. ഗ്ലൈക്കോ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ ലിപ്പിഡ്സിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഈ ഗ്ലൈക്കോ പ്രോട്ടീനും ഗ്ലൈക്കോ ലിപ്പിഡൊക്കെ എന്തായിട്ട് വരുന്നുണ്ട്, നമ്മുടെ സെൽ മെംബ്രെയിൻസിലൊക്കെ വലിയൊരു ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൽ മെംബ്രെയിൻസിലൊക്കെ അവർ പ്രസൻ്റ് ആണ്, ഒരു കോമ്പോണൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഒരു ഫങ്ഷനായിട്ട് നമുക്കറിയാം. പിന്നെ സ്ട്രക്ചർ
അതായത് ഇപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ സെൽ വാൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആര് പ്രസൻ്റ് ആയിട്ടുണ്ട്? സെല്ലുലോസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. സെല്ലുലോസ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് കൈറ്റിൻ. കൈറ്റിൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഇൻസെക്ട്സിൻ്റെ ഒക്കെ എക്സോസ്കെൽട്ടണിൽ കാണപ്പെടുന്നുള്ള ഒരു കോമ്പോണൻ്റ് ആണ് ഇത് കൈറ്റിൻ. അതും ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ ബാക്കി നമ്മുടെ ഇപ്പോൾ ഫംഗസിൻ്റെ ആയാലും പെക്റ്റിൻ അതുപോലുള്ള പലതരം മ്യൂക്കോ പോളിസാക്കറൈഡ് അതുപോലുള്ള പലതരം കാർബോഹൈഡ്രേറ്റ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? സ്ട്രക്ചറൽ കോമ്പോണൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഫംഗ്ഷനായിട്ട് എടുക്കാം. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും തൈര് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്ത് നല്ല ബാക്ടീരിയാസ് അല്ലെ ഗുഡ് ബാക്ടീരിയ നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്ത് ഗ്രോ ചെയ്യുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പലതരം കാർബോഹൈഡ്രേറ്റ്സ് ചില കാർബോഹൈഡ്രേറ്റ്സ് എന്താണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നല്ല ബാക്ടീരിയ ഉണ്ട്. അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ ഉണ്ടല്ലോ, ഗുഡ് ബാക്ടീരിയ, ഹെൽത്തി ബാക്ടീരിയ, അങ്ങനെയുള്ള ബാക്ടീരിയൻ്റെ ഗ്രോത്ത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇതാര് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. ആര്? ചില ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ഇത് നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഷുഗേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ സ്വീറ്റ്നേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യും? കീറ്റോസിസ് എന്ന് പറയുന്നുള്ളൊരു പ്രോസസ്സ് ഇവർ പ്രിവെൻറ്റ് ചെയ്യും. കീറ്റോസിസ് എന്ന് പറയുമ്പോൾ കീറ്റോൺ ബോഡീൻ്റെ ഇതാണ് കേട്ടോ. ഫാറ്റ് മെറ്റബോളിസത്തിൽ വരുന്നതാണ് ഈ കീറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കീറ്റോസിസ് നമ്മുടെ ബോഡിക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പി എച്ച് ഡിക്രീസ് ചെയ്യും, അസിഡോസിസ് പോലുള്ള കണ്ടീഷൻസൊക്കെ വരും. അപ്പോൾ ഇത് മെറ്റബോളിസം ഓഫ് ഫാറ്റിൽ വരുന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ കീറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. പിന്നെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ അവർ ഷുഗർ ആണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളെ ബ്ലഡിനകത്തുള്ള ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ ഇവർ റെഗുലേറ്റ് ചെയ്യുന്നു. പിന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അവർ ഫൈബറായിട്ട് ആക്ട് ചെയ്യുന്നു. റഫേജ് ഫൈബർ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലുള്ള ഫൈബറിൻ്റെ ഗുഡ് സോഴ്സാണിത്, കോംപ്ലക്സ് ആയിട്ടുള്ള ഫൈബർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ ഹെപ്പാരിൻ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. ഈ ആൻറ്റി കൊയാഗുലൻ്റ് എന്ന് പറയുന്നതും ഒരു കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ഹെപ്പാരിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ദാറ്റ് പ്രിവെൻറ്റ്സ് ക്ലോട്ടിങ് ഓഫ് ബ്ലഡ്. ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. പിന്നെ ചില കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതായത് നമ്മുടെ ഹോർമോൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ചില കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അതാണ് LH ലൂട്ടൈൻസിങ് ഹോർമോണും അതുപോലെ തന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ രണ്ട് ഹോർമോൺസ് എന്താണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ ചില ഇൻഡസ്ട്രീസിൽ ലൈക്ക് പേപ്പർ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ബ്രൂവറീസിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അഗാർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കൾച്ചർ മീഡിയനകത്ത് സോൾഡിഫൈങ് ഏജൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള അഗാർ അതും എന്താണ്? ഒരു കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ മെയിൻ എനർജി സോഴ്സാണ്. പിന്നെ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി ഗ്ലൈക്കോജൻ, സ്റ്റാർച്ച് ഒക്കെയാണ്. പിന്നെ എക്സസ് ആയിട്ട് വരുന്നുള്ള എനർജിനെ നമ്മൾ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ ഗ്ലൈക്കോപ്രോട്ടീൻ, ഗ്ലൈക്കോലിപ്പിഡൊക്കെ സെൽ മെംബ്രെയിനിൽ ഒരു മെയിൻ കോമ്പോണൻ്റ് ആയിട്ട് വരുന്നുള്ളവരാണ്. ഹെപ്പാരിൻ ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതും ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ ചില ഹോർമോൺസ് ലൈക്ക് LH അതായത് ലൂട്ടനൈസിങ് ഹോർമോണും ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണൊക്കെ എന്തിനകത്ത് വരുന്നുണ്ട്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ സെൽ വാളിനകത്ത് എക്സോസ്കെൽട്ടണിൽ കാണപ്പെടുന്ന സ്കൈറ്റിൻ, അതൊക്കെ എന്താണ്? സ്ട്രക്ചറിൻ്റെ കേസിൽ പറയുന്നതാണ്. പിന്നെ പേപ്പർ ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസൊക്കെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? സ്വീറ്റ്നേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കീറ്റോസിസ് പ്രിവെൻറ്റ് ചെയ്യുന്നുള്ള ഒരാളാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഹെൽത്തി ബാക്ടീരിയൻ്റെ ഗ്രോത്ത് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ചില കാർബോഹൈഡ്രേറ്റ്സ്, എല്ലാം എന്ന് പറയുന്നില്ല. പിന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് നല്ലൊരു ഫൈബറിൻ്റെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ കാർബോഹൈഡ്രേറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ് അതിനകത്ത് നമ്മൾ സാക്കറൈഡ്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഈ സാക്കറൈഡ്സ് എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേർഡാണ്. ഗ്രീക്കിനകത്ത് സക്കാരോൺ എന്നാണ് ഉണ്ടായത്. എന്താണ്? സക്കാരോൺ എന്ന് വെച്ചാൽ ഷുഗർ എന്നാണ് കേട്ടോ അർത്ഥം. ഷുഗർ, ആ വേർഡിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് സാക്കറൈഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? മോണോസാക്കറൈഡ് ഉണ്ട്, ഒളിഗോസാക്കറൈഡ് ഉണ്ട്, പോളിസാക്കറൈഡ് ഉണ്ട്. എങ്ങനെയാണ്? മോണോസാക്കറൈഡ്, ഒളിഗോസാക്കറൈഡ്, അതുപോലെ തന്നെ
പോളിസാക്കറൈഡ്, അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇതെങ്ങനെയാണ്? എത്രത്തോളം മോണോമേഴ്സ് അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്, എത്രത്തോളം ഷുഗർ യൂണിറ്റ്സ് ഇതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ. മോണോ എന്ന് വെച്ചാൽ 1, ഒളിഗോ എന്ന് വെച്ചാൽ 2 to 10 യൂണിറ്റ്സ്, മോർ ദാൻ 10 ആണെങ്കിൽ എന്താണത്? പോളി ആണ്. അങ്ങനെ മോണോ, ഒളിഗോ, പോളി എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ മോണോസാക്രൈഡും അതുപോലെ തന്നെ ഒളിഗോ സാക്രൈഡും എടുക്കുകയാണെങ്കിൽ മോണോസാക്രൈഡും ഒളിഗോ, മോണോ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. 1 യൂണിറ്റ് ഇവിടെ 2 to 10, പോളിനകത്ത് നമ്മൾ എന്താ പറഞ്ഞത്? മോർ ദാൻ 10 അല്ലേ? മോർ ദാൻ 10നേക്കാളും കൂടുതലാണ് ഇതിനകത്ത് വരുന്നുള്ളത്, നമ്മുടെ പോളിസാക്രൈഡിനകത്ത് വരുന്നുള്ളത് 10നേക്കാളും കൂടുതൽ. പിന്നെ ഈ മോണോസാക്രൈഡും ഒളിഗോസാക്രൈഡും പറയുകയാണെങ്കിൽ അവരെന്താണ്? സ്വീറ്റാണ് അല്ലെ, ഷുഗർ പോലെയാണ്. അതായത് സ്വീറ്റ് ടു ടേസ്റ്റ് ചെയ്താൽ സ്വീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സൊല്യൂബിൾ ഇൻ വാട്ടർ ആയിരിക്കും. വാട്ടറിനകത്ത് സൊല്യൂബിളായിട്ടുള്ള ആൾക്കാരാണ് ഇത് ഈ പറഞ്ഞിരിക്കുന്ന മോണോസാക്രൈഡും ഒളിഗോസാക്രൈഡും. പക്ഷേ ഇവിടെയാണെങ്കിലോ നേരെ ഓപ്പോസിറ്റാണ്. ഇവർ ഷുഗേഴ്സ് അല്ല, ഷുഗേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻസൊല്യൂബിൾ ആണ്, വാട്ടറിനകത്ത് ഇൻസൊല്യൂബിൾ ആണ്. മോണോസാക്രൈഡ് എന്ന് വെച്ചാൽ ഒറ്റ ആൾ മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. എക്സാമ്പിളായിട്ട് വരുന്നതാണ് നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതുപോലെ തന്നെ ഗാലക്ടോസ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഒളിഗോസാക്രൈഡ് എന്ന് പറയുമ്പോൾ 2, അതുപോലെ തന്നെ 3, 4 അങ്ങനെ 10 വരെ പോകും. 2 എന്ന് വെച്ചാൽ അത് ഡൈസാക്രൈഡായി, 3 ആണെങ്കിൽ അത് ട്രൈസാക്രൈഡായി, അങ്ങനെ നമ്പേഴ്സിനനുസരിച്ച് നമുക്കത് വ്യത്യാസം വരുന്നുണ്ട്. ആ ഡൈസാക്രൈഡ്സിന് എക്സാമ്പിളാണ് നമ്മൾ സൂക്രോസ്, ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന സൂക്രോസ്, മിൽക്ക് ഷുഗർ എന്നറിയപ്പെടുന്ന ലാക്ടോസ്, മാൾട്ടോസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഡൈസാക്രൈഡ്, 2 യൂണിറ്റ് ആണുള്ളത്. ഒളിഗോസാക്രൈഡ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് റാഫിനോസ്, അത് 3 മോർ ദാൻ 2 ആണ് കേട്ടോ റാഫിനോസ്. അതുപോലെ തന്നെ സ്റ്റാക്കിയോസ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഒളിഗോസാക്രൈഡിന് എക്സാമ്പിളാണ്. പിന്നെ പോളിസാക്രൈഡ് വരുമ്പോൾ സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, ഇതൊക്കെ എന്തിനു വരും? പോളിസാക്രൈഡ്സിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിനി മോണോസാക്രൈഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, മോണോസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒറ്റ യൂണിറ്റ് മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സിമ്പിൾ ഷുഗേഴ്സ് എന്ന് വിളിക്കും. സിമ്പിൾ ഷുഗേഴ്സ് എന്ന് വിളിക്കും. അതിനെ വീണ്ടും നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിനകത്ത് ഒറ്റ മോണോമറല്ലേ ഉള്ളൂ. ഇപ്പോൾ ഗ്ലൂക്കോസ്, അതിനെ നമുക്ക് ഫർദർ ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റില്ല, സിംപ്ലർ കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ ജനറൽ ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, CnH2O എന്നാണ് ഇത് ജനറൽ ഫോർമുല ആയിട്ട് വരുന്നുള്ളത്. ഇതിനകത്ത് നമ്മുടെ കാർബണിൻ്റെ നമ്പർ ഈ N എന്ന് പറയുന്നത് എപ്പോഴും 3 ആയിരിക്കണം. അത് 3ൽ താഴെ വരാനും പാടില്ല, അതുപോലെ തന്നെ 9ൻ്റെ മേലെ പോകാനും പാടില്ല. 3ൽ താഴെ വരാനും പാടില്ല, 9ൽ മേലെ പോകാനും പാടില്ല. പിന്നെ കളർലെസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഇത് ഈ പറഞ്ഞിരിക്കുന്ന മോണോസാക്രൈഡ്സ് ഒക്കെ എപ്പോഴും എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. പിന്നെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന മോണോസാക്രൈഡ്സിന് എക്സാമ്പിളായിട്ട് വരുന്നുള്ളത്. ഗ്ലൂക്കോസും ഫ്രക്ടോസ്, അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെയാണ്. അതുപോലത്തെ ഗ്ലിസറാൾഡിഹൈഡ്, ഇതൊക്കെ മോണോസാക്രൈഡ്സിന് ഉദാഹരണമായിട്ട് വരുന്നുള്ളതാണ്. ഇതിനകത്തൊക്കെ ഒന്നുകിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായാലും പ്രസൻ്റ് ആയിരിക്കും. ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ്, അതിൻ്റെ കൂടെ അതിലുണ്ടാവും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കൂടി പ്രസൻ്റ് ആയിരിക്കും. ഇനി ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഗ്ലൂക്കോസിനകത്തും ഫ്രക്ടോസിനകത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്? 5 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ഉണ്ടാവുക. 5 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ഉണ്ടാവുക. ഈ മോണോസാക്രൈഡ്സിനെ തന്നെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആണ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. രണ്ടും ഒരുമിച്ച് പ്രസൻ്റ് ആവില്ല, ഒന്നെങ്കിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അതിനകത്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ നമ്മളതിനെ ആൽഡോസ് എന്ന് പറയും. ഇനി ഇതല്ല കീറ്റോണാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ നമ്മളതിനെ കീറ്റോസ് എന്ന് പറയും. അപ്പോൾ ആൽഡോസസും കീറ്റോസും. ആൽഡോസിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഗ്ലിസറാൾഡിഹൈഡ്, ഗ്ലൂക്കോസൊക്കെ. ആൽഡോസിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. പിന്നെ കീറ്റോസിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ട്രൈഹൈഡ്രോക്സി അസറ്റോൺ, അതുപോലെ തന്നെ ഫ്രക്ടോസ്. ഇതൊക്കെ കീറ്റോസിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അപ്പോൾ കീറ്റോസ് എന്ന് പറയുമ്പോൾ കീറ്റോൺ ഗ്രൂപ്പ്, ആൽഡോസ് എന്ന് പറയുമ്പോൾ ആൽഡോൺ ഗ്രൂപ്പ്. അത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ബേസിസിൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണോ അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ബേസിസിൽ മോണോസാക്രൈഡിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഇനി ഇതല്ല എത്രത്തോളം നമ്പർ പ്രസൻ്റ് ആയിട്ടുണ്ട്, അതായത് 3 നമ്മൾ പറഞ്ഞില്ലേ, മിനിമം 3 മാക്സിമം 9 എന്ന് പറഞ്ഞില്ലേ കാർബൺ. അപ്പോൾ 3 ആണെങ്കിൽ നമ്മളതിനെ ട്രയോസ് എന്ന് പറയും, 4 ആണെങ്കിൽ ടെട്രോസ് എന്ന് പറയും. മോണോസാക്രൈഡിന് ഫർദർ ക്ലാസിഫിക്കേഷനാണ്. അതുപോലെ തന്നെ പെൻഡോസ് ഉണ്ട്, ഹെക്സോസ് ഉണ്ട്,
ഹെപ്റ്റോസ് ഉണ്ട്. അങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ പോകുന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ട്രയോസിന് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഡൈഹൈഡ്രോക്സി അസറ്റോണും അതുപോലെ തന്നെ ഗ്ലിസറാൾഡിഹൈഡും. ട്രയോസ് 3 കാർബണുള്ള ആൽഡിഹൈഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലിസറാൾഡിഹൈഡാണ്. 3 കാർബണുള്ള കീറ്റോൺ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈഹൈഡ്രോക്സി അസറ്റോണാണ്. ഇനി 4 കാർബണുള്ള ആൽഡിഹൈഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എരിത്രോസ് ആണ്. എരിത്രോസ്. മറ്റത് കീറ്റോസ് ആണെങ്കിൽ എരിത്രുലോസ് ആണ്. അതുപോലെ തന്നെ 5 ആണെങ്കിൽ റൈബോസും റിബുലോസും. പിന്നെ 6 നമുക്കറിയാം ഗ്ലൂക്കോസും ഫ്രക്ടോസ്. ഗ്ലൂക്കോസ് ഒരു ആൽഡോസ് ആണ്, ഫ്രക്ടോസ് ഒരു കീറ്റോസ് ആണ്. പിന്നെ നമുക്കുള്ളത് ഹെപ്റ്റോസ്. ഗ്ലൂക്കോഹെപ്റ്റോസ് ഒരു ആൽഡിഹൈഡ് ആണ്. പിന്നെ സെഡോഹെപ്റ്റുലോസ്. അപ്പോൾ എരിത്രുലോസ് അതുപോലെ തന്നെ റിബുലോസ് അതുപോലെ ലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കീറ്റോസ് ആയിരിക്കും കേട്ടോ. മറ്റത് ആൽഡിഹൈഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്പറിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ബേസിസിൽ നമ്മൾ മോണോസാക്കറൈഡിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി സ്ട്രക്ചറൽ ആസ്പെക്ട്സിൽ പറയുമ്പോൾ എന്താണ് മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് ഏതെങ്കിലും ഒന്ന് എന്തായാലും പ്രസൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആൽഡോസ് ഉണ്ട്, അതുപോലെ തന്നെ കീറ്റോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഗ്ലൂക്കോസും ഫ്രക്ടോസും. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെയും നമ്മുടെ ഫ്രക്ടോസിൻ്റെയും ഫോർമുല സെയിം ആണ് അല്ലേ, C6H12O6. പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ഒന്നിനകത്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്, ഒന്നിനകത്ത് കീറ്റോൺ ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. അങ്ങനെ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചർ. അങ്ങനെ വരുന്നുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയാം. എന്ന് പറയും സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയും. സോ ദ കോമ്പൗണ്ട്സ് വിത്ത് സെയിം സ്ട്രക്ചറൽ ഫോർമുല ബട്ട് ഡിഫറിങ് ഇൻ കോൺഫിഗറേഷൻ, അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്റ്റീരിയോ ഐസോമേഴ്സ്. മെയിനായിട്ടുള്ള എക്സാമ്പിളാണ് ഈ ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഫ്രക്ടോസും. ഇനി ഒരു കാർബൺ എടുക്കുകയാണ്. നമുക്കറിയാം കാർബണിന് വാലൻസി എത്രയാണ്, 4. അപ്പോൾ 4 ആൾക്കാരായിട്ട് അത് ബൈൻഡ് ചെയ്യും. ഇപ്പോൾ ഒന്ന് നമ്മൾ എച്ചും ഒന്ന് നമ്മൾ OH ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു, ഇവിടെ വേറൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു. അപ്പോൾ ഇങ്ങനെ ഈ കാർബണിന് ചുറ്റും 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, അസിമെട്രിക് കാർബൺ എന്ന് പറയും. അസിമെട്രിക് കാർബൺ കേട്ടോ. എന്താണ് നമ്മൾ പറഞ്ഞത്, 4 ഡിഫറെൻറ്റ് ആൾക്കാരാണ് അതിന് ചുറ്റുമുള്ളതെങ്കിൽ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ സെയിം കാർബൺ ആണെങ്കിൽ നമ്മൾ ആ മോളിക്യൂളിന് എന്ത് പറയും, അസിമെട്രിക് കാർബൺ എന്ന് പറയും. ഇതിന് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഒരു മോളിക്യൂളാണ് ഗ്ലിസറാൾഡിഹൈഡ്. നമ്മൾ എന്താ പറഞ്ഞത്, ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ 3 കാർബണുള്ള ഒരു കോമ്പൗണ്ട് ആയിരുന്നു, ആൽഡിഹൈഡ് ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഗ്ലിസറാൾഡിഹൈഡാണ് അസിമെട്രിക് കാർബണിന് നമ്മൾ റെഫറൻസ് മോളിക്യൂളായിട്ട് എടുക്കുന്നുള്ളത്. പിന്നെ പറയുന്നുള്ളൊരു കാര്യമാണ് ഡെക്സ്ട്രാ റൊട്ടേറ്ററിയും അതുപോലെ തന്നെ ലീവോ റൊട്ടേറ്ററി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മോളിക്യൂൾ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ എടുക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യാണ്. എന്താണ്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ ഇത് റൈറ്റിലോട്ടാണ് ആ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് ഡെക്സ്ട്രാ റൊട്ടേറ്ററി ആണ്. ഇനി അതല്ല ലെഫ്റ്റിലോട്ടാണെങ്കിൽ അത് ലീവോ റൊട്ടേറ്ററി ആണ്. അപ്പോൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ലീവോ റൊട്ടേറ്ററിയും. ഓക്കെ. അപ്പോൾ ഡി ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ അത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. എന്നാൽ ഡി ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ അത് ലീവോ റൊട്ടേറ്ററി ആണ്. എന്താണ്, ലീവോ റൊട്ടേറ്ററി ആണ്. പിന്നെ ഒന്ന് പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പിമേഴ്സ് ആണ്. എന്താണ് എപ്പിമേഴ്സ് എന്ന് പറയും. എപ്പിമേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറഞ്ഞില്ലേ, ആ സ്റ്റീരിയോ ഐസോമേഴ്സിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിനകത്ത് വരുന്നുള്ളതാണ് ഈ എപ്പിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ ഗ്ലൂക്കോസ് അതുപോലെ തന്നെ ഗാലക്ടോസ് ഒക്കെ എടുക്കുകയാണ്. ഈ ഗ്ലൂക്കോസും ഗാലക്ടോസും എടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ട്രക്ചർ സെയിം ആയിരിക്കും. പക്ഷേ ഗ്ലൂക്കോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും എടുക്കുമ്പോൾ C4 മാത്രം Hൻ്റെയും OHൻ്റെയും അറേഞ്ച്മെൻറ്റിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. എന്താണ്, 2 sugar units that vary only in the configuration around 1 carbon atom. ബാക്കി നമുക്ക് ഗ്ലൂക്കോസിൽ അറിയാൻ 6 കാർബൺ ഉണ്ട്. ഈ 6 കാർബണിന് ചുറ്റുമുള്ളതൊക്കെ സെയിം ആയിരിക്കും. പക്ഷേ ഒറ്റ കാർബണിൽ, അതായത് 4th കാർബണിൽ മാത്രം C4 മാത്രം HOH അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അതാണ് ഗ്ലൂക്കോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ 4th എപ്പിമറാണ് ആര്, ഗാലക്ടോസ്. അതുപോലെ തന്നെ 2nd കാർബണിൽ മാത്രം വ്യത്യാസം വരുന്നതാണ് ആർക്ക്, മാനോസിന്. സോ ഗ്ലൂക്കോസിൻ്റെ 4th എപ്പിമർ ആരാന്ന് ചോദിച്ചാൽ ഗാലക്ടോസും 2nd എപ്പിമർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മാനോസും ആണ്. അപ്പോൾ സ്റ്റീരിയോ ഐസോമറിസം പറഞ്ഞു,
എപ്പിമേഴ്സ്. ഇതിനാണ് എപ്പിമേഴ്സ് എന്ന് പറയുക. ഒറ്റ കാർബണിൽ മാത്രം, ബാക്കി സ്ട്രക്ചറൊക്കെ സെയിം ആയിരിക്കും, ഒറ്റ കാർബണിൽ മാത്രം വ്യത്യാസം വരികയാണെങ്കിൽ അതും ആ കാർബണിൻ്റെ പൊസിഷൻ മാത്രം, വേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല, അവിടെ എച്ചും ഒ എച്ച് മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്, ആ ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വന്നതാണ്. അപ്പോൾ അതിനാണ് നമ്മൾ എപ്പിമേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ 4th എപ്പിമർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെ പറയണം? ഗാലക്ടോസിനെ പറയണം. സെക്കൻഡ് ആണെങ്കിൽ അത് മാനോസ് ആണ്. ഓക്കെ, അപ്പോൾ എത്രയായല്ലോ. ഇനി പഠിക്കാനുള്ളത് റിഡ്യൂസിങ് ഷുഗറും നോൺ റിഡ്യൂസിങ് ഷുഗറും. റിഡ്യൂസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ്സിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? നമ്മുടെ സിങ്ക്, അതുപോലെ തന്നെ നമ്മുടെ അയണൊക്കെ, സിങ്ക് അല്ലാട്ടോ, കോപ്പർ, അതുപോലെ തന്നെ കുപ്രിക് അയോൺസ്, അതുപോലെ തന്നെ ഫെറിക് അയോൺസിനൊക്കെ റിഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ചിലതിന് എന്തിനാ റിഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അപ്പോൾ റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ എന്ത് പറയും? റിഡ്യൂസിങ് ഷുഗർ എന്ന് പറയും. റിഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ നോൺ റിഡ്യൂസിങ് ഷുഗർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ റിഡ്യൂസിങ് എക്സാമ്പിൾ ഉണ്ട്. നോൺ റിഡ്യൂസിങ്ങിൽ എക്സാമ്പിളാണ് സൂക്രോസ്, അതുപോലെ തന്നെ ട്രിഹാലോസ്. സൂക്രോസും ട്രിഹാലോസും. ഇവിടെ നമ്മുടെ മാൾട്ടോസ് ഇതിന് എക്സാമ്പിളാണ്. പിന്നെ നമ്മുടെ ലാക്ടോസ്, ഇതൊക്കെ എന്താണ്? റിഡ്യൂസിങ്ങിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ മോണോസാക്രൈഡിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ഇനി ഒളിഗോസാക്രൈഡ്സിലോട്ട് പോകുമ്പോൾ, ഒളിഗോസാക്രൈഡ്സ് നമ്മൾ എന്താ പറഞ്ഞത്? 2 to 10 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞു. അതിനെ തന്നെ നമ്മൾ ഡൈസാക്രൈഡ് എന്നും ട്രൈസാക്രൈഡ് എന്നും ടെട്രാസാക്രൈഡ് എന്നും പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ മോണോസാക്രൈഡിൻ്റെ ജനറൽ ഫോമുല എന്തായിരുന്നു? CnH2O to the power n അല്ലേ? CnH2n ആയിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ CnH2ON-1 അതാണ് ഏതിൻ്റെ ഫോമുല? ഡൈസാക്രൈഡിൻ്റെ ഫോമുല. CnH2ON-1. ട്രൈ ആണെങ്കിൽ CnH2ON-2 ആയാൽ അത് ട്രൈസാക്രൈഡായി. അപ്പോൾ ഡൈസാക്രൈഡ് ആണെങ്കിൽ N-1 വരും, മോണോസാക്രൈഡ് ആണെങ്കിൽ N ആണ്, ഡൈ ആണെങ്കിൽ N-1 വരും, പിന്നെ ട്രൈ ആണെങ്കിൽ N-2 വരും. പിന്നെ നമുക്കറിയാം ഒളിഗോസാക്രൈഡ് എന്ന് പറയുമ്പോൾ 2 to 10 യൂണിറ്റ്സ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വാട്ടർ സൊല്യൂബിൾ ആയിരിക്കും, അതുപോലെ തന്നെ സ്വീറ്റ് ഇൻ ടേസ്റ്റ് ആയിരിക്കും. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സൂക്രോസ് ഉണ്ട്, മാൾട്ടോസ് ഉണ്ട്, അതുപോലെ തന്നെ ലാക്ടോസ് ഉണ്ട്. ഇതിനകത്ത് മാൾട്ടോസും ലാക്ടോസും റിഡ്യൂസിങ് ആണ്. ഇവർ സൂക്രോസ് എന്താണ്? നോൺ റിഡ്യൂസിങ് ആണ്. ഓക്കെ, അപ്പോൾ റിഡ്യൂസിങ്ങിനും നോൺ റിഡ്യൂസിങ്ങിനും എക്സാമ്പിളും പഠിച്ചു. ഇനി നമുക്കിതിൽ ഓരോന്നിനായിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ആദ്യത്തെ വരുന്നതാണ് മാൾട്ടോസ്. നമ്മൾ കോമൺ ആയിട്ട് ടേബിൾ ഷുഗർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് ഇത് സൂക്രോസ് എന്ന് പറയുന്നത്. സൂക്രോസിൻ്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഫ്രക്ടോസുമാണ്. മാൾട്ടോസിനെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞത്, സൂക്രോസിനെ കുറിച്ചല്ല. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മാൾട്ടോസിനെ കുറിച്ചാണ്. അപ്പോൾ മാൾട്ടോസ് എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ഇതൊരു ഡൈസാക്രൈഡ് ആണ്, അതറിയാലോ. അതിൻ്റെ മോണോമർ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, ആൽഫ ഡി ഗ്ലൂക്കോസും ആൽഫ ഡി ഗ്ലൂക്കോസും. 2 ആൽഫ ഡി ഗ്ലൂക്കോസ് ചേർന്നിട്ടാണ് ഒരു മാൾട്ടോസ് ഉണ്ടാവുന്നുള്ളത്. അവിടെ ഉണ്ടാവുന്നുള്ളത് ഏത് ബോണ്ടാണ്? ഏതൊരു കാർബോഹൈഡ്രേറ്റ് ആയാലും അതിനകത്ത് ഏതാ ഉണ്ടാവുക? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ഉണ്ടാവുക. ഇവിടെ ആൽഫ 1 to 4 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ഉള്ളത്. എന്താണ്? 2 ആൽഫ ഡി ഗ്ലൂക്കോസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് മാൾട്ടോസ് ഉണ്ടാകുന്നുള്ളത്. അവർ തമ്മിലുള്ള ബോണ്ട് ഏതാണ്? ആൽഫ 1,4 എന്താണ്? ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ഇനി ഇതിന് പകരം ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ഇങ്ങനെയുള്ള ആൽഫ ഡി ഗ്ലൂക്കോസിനിടയിൽ വരുന്നുള്ളെങ്കിൽ അത് ഐസോ മാൾട്ടോസ് ആയിട്ട് മാറും. എന്താണ്? ഐസോ മാൾട്ടോസ് ആയിട്ട് മാറും. മാൾട്ടോസ് ആണെങ്കിൽ ആൽഫ 1,4, ആൽഫ 1,6 ആണെങ്കിൽ അത് ഐസോ മാൾട്ടോസ് ആണ്. ഇനി ആൽഫ 1,4ന് പകരം ബീറ്റ 1,4 ആണെങ്കിലോ അത് സെല്ലോ ബയോസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ച? ഐസോ മാൾട്ടോസും മാൾട്ടോസും സെല്ലോ ബയോസും പഠിച്ചു. അതിൻ്റെയൊക്കെ മോണോമർ ആൽഫ ഡി ഗ്ലൂക്കോസും ആണ്. അപ്പോൾ ഇതിൻ്റെ ബോണ്ടിങ്ങിൽ ചെറിയ വ്യത്യാസം വന്നാൽ അത് ഐസോ മാൾട്ടോസും സെല്ലോ ബയോസും ആയിട്ട് മാറും. അപ്പോൾ മാൾട്ടോസ് കംപ്ലീറ്റ് ആയി. ഇനി സൂക്രോസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടേബിൾ ഷുഗർ എന്ന് നമ്മൾ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ കെയിൻ ഷുഗർ എന്ന് നമ്മൾ അറിയപ്പെടുന്നു. ഇതിനകത്തുള്ളതാണ് ആൽഫ ഡി ഗ്ലൂക്കോസും അതുപോലെ തന്നെ ബീറ്റ ഡി ഫ്രക്ടോസും. മാറിപ്പോയത്, ആൽഫ ഡി ഗ്ലൂക്കോസും അതുപോലെ തന്നെ ബീറ്റ ഡി ഫ്രക്ടോസും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം സൂക്രോസ് എന്ന് വെച്ചാൽ ഒരു നോൺ റിഡ്യൂസിങ് ഷുഗറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ, ഓസസോൺ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ഓസസോൺ ടെസ്റ്റ് നമ്മൾ നോൺ റിഡ്യൂസിങ്ങിനെയും റിഡ്യൂസിങ്ങിനെയും എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൊരു ടെസ്റ്റാണ്. ഇവിടെ നോൺ റിഡ്യൂസിങ്ങിന് ഇത് എന്താണ് ഒരു റിസൾട്ടും കാണിക്കില്ല, റിഡ്യൂസിങ്ങിന് അത് പോസിറ്റീവ് റിസൾട്ട് കാണിക്കും കേട്ടോ. അപ്പോൾ സൂക്രോസിൻ്റെ കേസിൽ ഇത് നോൺ റിഡ്യൂസിങ് ആയതുകൊണ്ട് തന്നെ ഓസസോൺ ടെസ്റ്റ് എന്താണ് നെഗറ്റീവ് ആയിരിക്കും. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്താണ് ലാക്ടോസ്. ലാക്ടോസിന് നമ്മൾ എന്താ അറിയപ്പെടുന്നത്? ലാക്ടോസിന് അറിയപ്പെടുന്നതാണ് മിൽക്ക് ഷുഗർ.
ലാക്ടോസ് മിൽക്ക് ഷുഗർ. ഇവിടെ നമുക്ക് ആരൊക്കെയുള്ള ബീറ്റാ ഡി ഗ്ലൂക്കോസും ബീറ്റാ ഡി ഗാലക്ടോസും ആണുള്ളത്. ബീറ്റാ ഡി ഗ്ലൂക്കോസും ബീറ്റാ ഡി ഗാലക്ടോസും ആണുള്ളത്. പിന്നെ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഈ പറഞ്ഞിരിക്കുന്ന ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുള്ള ആരാണ്? ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അപ്പോൾ നമ്മൾ ചില ആൾക്കാരിൽ നമ്മുടെ ഹ്യൂമൻസിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ലാക്ടേസ് എൻസൈം പ്രസൻ്റ് ആയിരിക്കില്ല. അവർക്കാണ് എന്ത് പ്രോബ്ലം വരുന്നുള്ളത്? നമ്മൾ പറഞ്ഞ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇല്ലേ, അത് വരുന്നുള്ളത് ആർക്കാണ്? ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ എൻസൈം ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ഇല്ലെങ്കിൽ അവിടെ എന്താണ് അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടാവും? ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാകും. അതായത് പാല്, തൈര് പോലുള്ള സാധനങ്ങൾ അവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ദഹിക്കില്ല, ഡൈജസ്റ്റ് ആവില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അതെന്തുകൊണ്ടാണ്? ലാക്ടേസ് എൻസൈംസിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് അത് വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ മോണോസാക്രൈഡ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഡൈസാക്രൈഡ്സിന് ജസ്റ്റ് ഒരു ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേണം തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ റെഫർ ചെയ്ത് നോക്കുക കേട്ടോ. പൊതുവേ നമ്മൾ എക്സാമിന് കണ്ടുവരുന്നുള്ള ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് പോളിസാക്രൈഡ്. പോളിസാക്രൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, 10 യൂണിറ്റ്സിൽ കൂടുതലായിരിക്കും അതിൻ്റെ മോണോമേഴ്സ് അല്ലേ, അതായത് മോർ ദാൻ 10 യൂണിറ്റ്സ് ഷുഗേഴ്സ് അല്ലേ, അത് കൂടി ചേർന്നിട്ടാണ് ഒരു പോളിസാക്രൈഡ് ഉണ്ടാവുക. അതിന് എക്സാമ്പിളാണ് നമ്മുടെ സ്റ്റാർച്ച്, അതുപോലെ തന്നെ നമ്മുടെ സെല്ലുലോസ്, ഗ്ലൈക്കോജൻ പോലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ച് പറയാം, സ്റ്റാർച്ചിനെ കുറിച്ച് പറയാം. അപ്പോൾ ഏത് പോളിസാക്രൈഡ് ആയാലും അവിടെ ഏത് ബോണ്ടാണ് ഉണ്ടാവുക? ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ഇവിടെ വരുന്നുള്ളത്. ഈ പോളിസാക്രൈഡിനെ നമ്മൾ ഗ്ലൈക്കൻസ് എന്നുകൂടി അറിയപ്പെടാറുണ്ട്. പിന്നെ ചില പോളിസാക്രൈഡ്സ് ലീനിയർ ആയിരിക്കും, ഒരു ബ്രാഞ്ചൊന്നും ഇല്ലാതെ ലീനിയർ ആയിരിക്കും. ചിലതിനകത്ത് ബ്രാഞ്ച് ഉണ്ടാവും. അപ്പോൾ 2 തരത്തിൽ ഇത് കാണപ്പെടാറുണ്ട്. പിന്നെ ചിലതിൻ്റെ മോണോമേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. ഇപ്പോൾ ഗ്ലൂക്കോസ് മാത്രമായിരിക്കും നമ്മുടെ സ്റ്റാർച്ചിനകത്തുള്ളത്. അപ്പോൾ നമ്മളതിന് എന്ത് പറയും? ഹോമോ പോളിസാക്രൈഡ് എന്ന് പറയും. ചിലതിനകത്ത് ഒരു മോണോമർ മാത്രമായിരിക്കില്ല, വേറെ ആൾക്കാർ കൂടി ഉണ്ടാവും. അങ്ങനെ മിക്സ് ചെയ്ത് വരുന്നതിന് നമ്മൾ ഹെട്രോ പോളിസാക്രൈഡ് എന്ന് പറയും. അപ്പോൾ ബ്രാഞ്ചഡ് ഉണ്ട്, ലീനിയർ ഉണ്ട്, ഗ്ലൈക്കൻസ് എന്നും കൂടി അറിയപ്പെടുന്നു, ഹോമോ പോളിസാക്രൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹെട്രോ പോളിസാക്രൈഡ് കൂടി ഉണ്ട്. അപ്പോൾ സ്റ്റാർച്ചിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ എന്താ പറയുക, നമ്മുടെ പ്ലാന്റ്സിനകത്ത് ഇത് എനർജി സ്റ്റോർ ചെയ്യുന്നുള്ളത് ഏത് ഫോമിലാണ്? ഈ സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ സെറിയൽസിലും അതുപോലെ തന്നെ റൂട്ട്സിൽ, ട്യൂബേഴ്സിൽ, പ്ലാന്റ്സിൻ്റെ അല്ലേ, വെജിറ്റബിൾസിലൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാർച്ച് അടങ്ങിയിരിക്കുന്നത്. ഇതൊരു ഹോമോപൊളിമറാണ്. ഇതിൻ്റെ യൂണിറ്റ് ഏതാണ്? ഡി ഗ്ലൂക്കോസ് യൂണിറ്റ് ആണ്. മറന്നു പോകരുത്, ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ്. പിന്നെ ഇതിനെന്തുകൂടി അറിയപ്പെടുന്നു? ഗ്ലൂക്കൻ എന്നുകൂടി അറിയപ്പെടുന്നു. ഗ്ലൈക്കൻ എന്ന് വെച്ചാൽ പോളിസാക്രൈഡ് ആണ്. ഇവിടെ ഗ്ലൂക്കോസാൻ അല്ലെങ്കിൽ ഗ്ലൂക്കൻ എന്നറിയപ്പെടുന്നു. ഇവിടെ ഈ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഇതിനകത്ത് 2 ആൾക്കാരുണ്ട് കേട്ടോ, അമൈലോസും അമൈലോപെക്റ്റിനും ഉണ്ട്. അമൈലോപെക്റ്റിനും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒളിഗോസാക്രൈഡ് വാട്ടർ സൊല്യൂബിൾ ആണെന്നൊക്കെ പറഞ്ഞില്ലേ, പക്ഷേ പോളിസാക്രൈഡ് വാട്ടർ സൊല്യൂബിൾ അല്ല. ഈ സ്റ്റാർച്ചിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന അമൈലേസ് വാട്ടർ സൊല്യൂബിൾ ആണ്, ഇത് വാട്ടർ സൊല്യൂബിൾ അല്ല. അമൈലോപെക്റ്റിൻ വാട്ടർ സൊല്യൂബിൾ അല്ല. ഇവിടെ നമ്മുടെ അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട്? 80 to 85% സ്റ്റാർച്ചിനകത്ത് അമൈലോപെക്റ്റിൻ ആയിരിക്കും. ബാക്കിയുള്ളൊരു 15 to 20% മാത്രമേ അമൈലോസ് വരുന്നുള്ളൂ. ഈ അമൈലോസ് വാട്ടർ സൊല്യൂബിളാണ്, അമൈലോപെക്റ്റിൻ വാട്ടർ ഇൻസൊല്യൂബിൾ ആണ്. ഈ അമൈലോസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രാഞ്ചും ഇല്ലാതെ പോകുന്ന ആൾക്കാരാണ്. ആൽഫ 1 to 4 ആയിരിക്കും ഇവരുടെ ലിങ്കേജ് വരാം. ഓക്കെ, ഇവിടെ ആകുമ്പോൾ ഇത് ബ്രാഞ്ചസ് ഉള്ള ആൾക്കാരാണ്. ഇവിടെ ആൽഫ 1,6 ആണ് ലിങ്കേജ് വരുന്നുള്ളത്. അപ്പോൾ അമൈലോപെക്റ്റിൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചഡ് ചെയിനാണ്. ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ഉണ്ടാവുക. അമൈലോസ് ആണെങ്കിൽ ആൽഫ 1,4 ആണ് ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ അമൈലേസ് എൻസൈം ഇല്ലേ, നമ്മൾ സലൈവറി അമൈലേസ് എന്നൊക്കെ പറയുന്നത്, ആ എൻസൈം ഏത് ലിങ്കേജാണ് ബ്രേക്ക് ചെയ്യുക? ആൽഫ 1,4 ലിങ്കേജാണ് അവർ ബ്രേക്ക് ചെയ്യുന്നുള്ളത്. എന്നിട്ട് എന്താവും? ഈ അമൈലോസിനെ അവർ മാൾട്ടോസ് ആക്കി മാറ്റും. ആ മാൾട്ടോസ് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസായിട്ട് മാറും. അപ്പോൾ അതാണ് ഇത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാർച്ചിനെ കുറിച്ച് പറയാം. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗ്ലൈക്കോജനെ കുറിച്ചും പറയാനുള്ളത്. ഗ്ലൈക്കോജൻ പ്ലാന്റ്സിന് പകരം ആനിമൽസിൻ്റെ ബോഡിയിലാണ് ഗ്ലൈക്കോജൻ കാണപ്പെടുക. മെയിനായിട്ടും നമ്മുടെ ഹ്യൂമൻസിൻ്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ മസിൽസിലും അതുപോലെ തന്നെ ബ്രെയിൻസിലൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക അല്ലേ. എനർജി ഗ്ലൈക്കോജൻ്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്യുക. എവിടെയാണ്? മസിൽസിൽ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാണ്? മസിൽസിലാണ് കേട്ടോ, ലിവറിലാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ മസിൽ, പിന്നെ ബ്രെയിൻ കേട്ടോ. ഏറ്റവും കൂടുതൽ കാണപ്പെടുക മസിലിനകത്താണ്. ഏതാണ്? ഗ്ലൈക്കോജൻ.
പിന്നെ ഇവിടെയും എന്താണ് ആൽഫ 1,4 ലിങ്കേജിലും കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആൽഫ 1,6 ലിങ്കേജസിൽ ഗ്ലൂക്കോസിന് കാണപ്പെടുന്നുണ്ട്. അതാണ് ഗ്ലൈക്കോജൻ. പിന്നെയാണ് സെല്ലുലോസ്. ഈ സെല്ലുലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻസിന് നമുക്കതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. പ്ലാന്റിൻ്റെ സെൽവാളിനകത്താണ് മെയിനായിട്ട് ഈ സെല്ലുലോസ് ഉള്ളത്. ഇവിടെ നമുക്കുള്ളത് ബീറ്റാ ഡി ഗ്ലൂക്കോസാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റാർച്ചിലും ഗ്ലൈക്കോജനൊക്കെ ആൽഫ ഡി ആയിരുന്നു. ഇവിടെ ബീറ്റാ ഡി ഗ്ലൂക്കോസ് തമ്മിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ലിങ്കേജ് ഏതാണ്? ബീറ്റ 1,4 ആണ് ഉള്ളത്. അപ്പോൾ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈം നമ്മളെ ബോഡിക്കകത്ത് ഇല്ല, ഹ്യൂമൻസിനില്ല. അതുകൊണ്ടാണ് ഈ സെല്ലുലോസിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇത് വാട്ടർ ഇൻസൊല്യൂബിൾ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോളിസാക്കറൈഡ്സ് മോസ്റ്റ്ലി ഇൻസൊല്യൂബിൾ ആണ് ഉണ്ടാവുക. പിന്നെ ഒരു ടഫായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്, ഫൈബ്രസ് ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ് ഇത് ഈ സെല്ലുലോസ് എന്ന് പറയുന്നത്. പിന്നെ ഹോമോപോളിസാക്കറൈഡ് ആണ്. ഒരു ബ്രാഞ്ചും ഇല്ല. ബീറ്റ 1,4 ലിങ്കേജസിലാണ് അത് പോകുന്നുള്ളത്. പക്ഷെ ആ ലിങ്ക് ബ്രേക്ക് ചെയ്യാൻ നമ്മുടെ ബോഡിക്കകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ സെല്ലുലോസ് കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് കൈറ്റിൻ. ഏതാണ് കൈറ്റിൻ? ഈ കൈറ്റിൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ എക്സോസ്കെലിറ്റൺ, ഇൻസെക്ട്സിൻ്റെ ഒക്കെ എക്സോസ്കെലിറ്റണിലാണ് ഈ പറഞ്ഞിരിക്കുന്ന കൈറ്റിൻ ഉള്ളത്. ഇതൊന്നും ഒരു ഹോമോപോളിസാക്കറൈഡ് തന്നെയാണ്. N-അസറ്റൈൽ ഗ്ലൂക്കോസമീനാണ് ഇതിൻ്റെ മോണോമറായിട്ട് വരുന്നുള്ളത്. N-അസറ്റൈൽ ഗ്ലൂക്കോസമീനാണ് കൈറ്റിൻ്റെ എന്തായിട്ട് വരുന്നുള്ളത്? മോണോമറായിട്ട് വരുന്നുള്ളത്. പിന്നെ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലുലോസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നുള്ള പോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നുള്ള പോളിസാക്കറൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന പോളിസാക്കറൈഡ് സെല്ലുലോസ് ആണ്. സെക്കൻഡ് മോസ്റ്റ് അബണ്ടൻ്റ് ഏതാണ്? കൈറ്റിനാണ്. ഇനി ഒരു പോളിസാക്കറൈഡ് കൂടിയുണ്ട്, അതാണ് ഇനുലിൻ. ഇനുലിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെത് ഫ്രക്ടോസ് ആണ് അതിൻ്റെ മോണോമറായിട്ട് വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഫ്രക്ടോസാൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കൈറ്റിൻ്റെത് N-അസറ്റൈൽ ഗ്ലൂക്കോസമീനാണ്. ഇനുലിൻ്റെത് ഫ്രക്ടോസിനാണ് വരുന്നുള്ളത്. ഇവർ മെയിനായിട്ട് നമ്മൾ ഗാർലിക്, ഒനിയൻ അതിൻ്റെയൊക്കെ ബൾബ്സിലാണ് ഇവർ മെയിനായിട്ട് കാണപ്പെടുന്നത്. പിന്നെ അപ്പോൾ അത്രയാണ് ഇനുലിൻ. ഇത്രയും കഴിഞ്ഞാൽ ഹോമോപോളിസാക്കറൈഡ് കഴിഞ്ഞു. ഇനി ഹെട്രോപോളിസാക്കറൈഡ് ആണ്. അപ്പോൾ അവിടെ ഒന്ന് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നിട്ടാണ് ഹെട്രോപോളിസാക്കറൈഡ്സ് ഫോം ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് വരുന്നതാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഗ്രാം സ്റ്റെയിനിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം അല്ലേ? പെപ്റ്റിഡോഗ്ലൈക്കൻ ഗ്രാം പോസിറ്റീവ് സെൽ വാളിനകത്ത് പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ തിക്ക് ലെയർ ഉണ്ട്, ഗ്രാം നെഗറ്റീവിനകത്ത് അതില്ല എന്നൊക്കെ നമ്മളറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള ഒരാളാണ് ഏത്? ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബാക്ടീരിയൽ സെൽ വാളിൻ്റെ കേസിലാണ് ആര് കാണപ്പെടുന്നത്? ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ കാണപ്പെടുന്നത്. അപ്പോൾ ബാക്ടീരിയൽ സെൽ വാളിനകത്ത് മോസ്റ്റ് ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലെയറാണ് ഏതെന്ന് പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന പെപ്റ്റിഡോഗ്ലൈക്കൻ. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ സെൽ വാൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട്. അപ്പോൾ ആ ബാക്ടീരിയൽ സെൽ വാളിനകത്ത് മോസ്റ്റ് ഇൻഫ്ലെക്സിബിൾ, അതായത് അത്രയും റിജിഡ് ആയിട്ടുള്ള ഒരാളാണ് ഏതെന്ന് പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ ആ പേര് നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടാണുള്ളത്. പക്ഷേ അതിൻ്റെ മോണോമേഴ്സ് നോക്കിക്കോളൂ. N-അസറ്റൈൽ ഗ്ലൂക്കോസമീൻ എന്ന് പറയുന്ന ആ ഒരു മോണോമറും അതുപോലെ തന്നെ N-അസറ്റൈൽ മ്യൂറാമിക് ആസിഡും. അപ്പോൾ NAGയും NAMും ആണ് നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ മോണോമേഴ്സ് ആയിട്ട് വരുന്നത്. N-അസറ്റൈൽ ഗ്ലൂക്കോസമീനും അതുപോലെ തന്നെ N-അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് റെസിഡ്യൂസ് കൊണ്ടാണ് ഏതുണ്ടാക്കിയിരിക്കുന്നത്? പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ഹെട്രോപോളിസാക്കറൈഡിന് എക്സാമ്പിളാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിളാണ് മ്യൂക്കോപോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. ഏതാണ്? മ്യൂക്കോപോളിസാക്കറൈഡ്. ഇവിടെ മെയിനായിട്ട് അമിനോ ഷുഗേഴ്സും അതുപോലെ തന്നെ യൂറോണിക് ആസിഡ്സും ആണ് ഏതിനകത്ത്? മ്യൂക്കോപോളിസാക്കറൈഡിന് മോണോമേഴ്സ് ആയിട്ട് വരുന്നുള്ളത്. ഏതൊക്കെയാണ് മ്യൂക്കോൻ്റെ അകത്ത് വരുന്നുള്ളത്? അമിനോ ഷുഗേഴ്സും അതുപോലെ തന്നെ യൂറോണിക് ആസിഡ്സും അമിനോ ഷുഗേഴ്സും ആണ് ഇവിടെ മെയിനായിട്ട് മോണോമേഴ്സ് ആയിട്ട് വരുന്നുള്ളത്. ഈ മ്യൂക്കോപോളിസാക്കറൈഡിനെ നമ്മൾ എന്ത് പറയുന്നു? ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസ് എന്നറിയപ്പെടുന്നു. എന്താണ്? ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസ് എന്ന് നമ്മൾ അറിയപ്പെടുന്നു. കാരണം എന്തുകൊണ്ടാണ്? അതിനകത്ത് അസറ്റിലേറ്റഡ് അമിനോ ഗ്രൂപ്പ്സ് ഉണ്ട്. അസറ്റിലേറ്റഡ് ആയിട്ടുള്ള ഈ അമിനോ ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് സൾഫേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കാർബോക്സിൽ ഗ്രൂപ്പൊക്കെ ഏതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്? ഈ ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസിനകത്ത് പ്രസൻ്റ് ആയിട്ട് ഉണ്ട്. പിന്നെ ഈ ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസ്
ചില ഈ ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻസ്, അതായത് നമ്മുടെ ഈ മ്യൂക്കോപോളിസാക്കറൈഡ്സ് ഉണ്ടല്ലോ, അവർ ചില സമയത്ത് നമ്മുടെ പ്രോട്ടീനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് മ്യൂക്കോ പ്രോട്ടീൻസ് ആയിട്ട് മാറും. പിന്നെ പ്രോട്ടിയോഗ്ലൈക്കൻസ് ആയിട്ട് മാറും. ഇതൊക്കെ ഈ മ്യൂക്കോപോളിസാക്കറൈഡ്സ് ആരുമായിട്ട് ലിങ്ക് ചെയ്യുന്നു? നമ്മുടെ പ്രോട്ടീൻസ് ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുള്ള ആൾക്കാരാണ്. അതായത് ഈ മ്യൂക്കോ പ്രോട്ടീൻസ് പറയുമ്പോൾ അതിന് 95% നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണ്, ഒരു 5% പ്രോട്ടീൻ വരും. പിന്നെ ഈ മ്യൂക്കോപോളിസാക്കറൈഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ടിഷ്യൂ സ്ട്രക്ചറിലൊക്കെയാണ് ഈ മ്യൂക്കോപോളിസാക്കറൈഡ് പ്രസൻ്റ് ആയിട്ട് ഉള്ളത്. ബ്ലഡ് വെസൽസിൽ, അതുപോലെ തന്നെ കൊളാജൻ എന്നൊക്കെ നമ്മൾ പ്രോട്ടീൻ്റെ കേസിൽ പറഞ്ഞില്ലേ, ആ കൊളാജനിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന മ്യൂക്കോപോളിസാക്കറൈഡ് പ്രസൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ജലാറ്റിനസ് നേച്ചറാണ് കേട്ടോ ഇവർക്കുള്ളത്. ഈ മ്യൂക്കോപോളിസാക്കറൈഡിന് ഒരു ജലാറ്റിനസ് നേച്ചറാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടും സിമെൻറ്റിങ് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ലൂബ്രിക്കൻ്റ് ആയിട്ടും സിമെൻറ്റിങ് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ഈ മ്യൂക്കോപോളിസാക്കറൈഡ് ആരൊക്കെയാണ് ഒന്ന് പറയുകയാണെങ്കിൽ, ഒരു ഇൻട്രൊഡക്ഷൻ മനസ്സിലായല്ലോ. ഹയാലുറോണിക് ആസിഡ് എന്ന് പറയും. ഹയാലുറോണിക് ആസിഡ്. ഈ ഹയാലുറോണിക് ആസിഡ് മേജറായിട്ട് നമ്മുടെ സിനോവിയൽ ഫ്ലൂയിഡ് ഇല്ലേ, ജോയിൻസിൻ്റെ ഇടയിൽ വരുന്ന ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ളത് സിനോവിയൽ ഫ്ലൂയിഡ്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന വിട്രിയസ് ഹ്യൂമറിൽ, നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂലൊക്കെയാണ് ഈ ഹയാലുറോണിക് ആസിഡ് കാണപ്പെടുന്നത്. മെയിനായിട്ട് ലൂബ്രിക്കൻ്റ് ആയിട്ടൊക്കെയാണ് ആക്ട് ചെയ്യുക. പിന്നെ ഇതൊരു ടൈപ്പ് ഓഫ് ഇനി അങ്ങോട്ട് പറയുന്നത് കുറച്ച് മ്യൂക്കോപോളിസാക്കറൈഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഹയാലുറോണിക് ആസിഡിൻ്റെ മോണോമറായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ അമിനോ ഷുഗർ ഉണ്ടാവും, അതുപോലെ തന്നെ യുറോണിക് ആസിഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഗ്ലൂക്യുറോണിക് ആസിഡും അതുപോലെ തന്നെ N-അസറ്റൈൽ ഗ്ലൂക്കോസമീനുമാണ് നമ്മുടെ ഹയാലുറോണിക് ആസിഡിൻ്റെ മോണോമറായിട്ട് വരുന്നത്. N-അസറ്റൈൽ ഗ്ലൂക്കോസമീനും ഗ്ലൂക്യുറോണിക് ആസിഡുമാണ്. ഫംഗ്ഷൻ മനസ്സിലായല്ലോ, സിനോവിയൽ ഫ്ലൂയിഡിലൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഇനി കോൺട്രോയിറ്റിൻ സൾഫേറ്റ് ഇതും ഒരു മ്യൂക്കോപോളിസാക്കറൈഡ് ആണ്. ഇതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത് ഇതും ഡീഗ്ലൂക്യുറോണിക് ആണ് കേട്ടോ. ഡീഗ്ലൂക്യുറോണിക് ആസിഡും അതുപോലെ തന്നെ ആരുണ്ട്? N-അസറ്റൈൽ ഗാലക്ടോസമീനാണ്. N-അസറ്റൈൽ ഗാലക്ടോസമീനാണ്. ഇതുവരെ നമ്മൾ ഗ്ലൂക്കോസമീൻ അല്ല പറഞ്ഞത്. കോൺട്രോയിറ്റിൻ സൾഫേറ്റിൻ്റെ കേസിൽ N-അസറ്റൈൽ ഗാലക്ടോസമീൻ ആര് കൂടിയുണ്ട്? 4-സൾഫേറ്റ് കൂടിയുണ്ട്. അപ്പോൾ കോൺട്രോയിറ്റിൻ സൾഫേറ്റ്, ഡീഗ്ലൂക്യുറോണിക് ആസിഡും N-അസറ്റൈൽ ഗാലക്ടോസമീൻ 4-സൾഫേറ്റും കൂടി ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഒരു പോളിമറാണ് ഈ കോൺട്രോയിറ്റിൻ സൾഫേറ്റ് എന്ന് പറയുന്നത്. ഇവരെവിടെയാണ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക? നമ്മുടെ ബോണിൽ, കാർട്ടിലേജിൽ, ബ്ലഡ് വെസലിൻ്റെ വാൾസിലൊക്കെയാണ് ഇവർ ഉണ്ടാവുന്നുള്ളത്. മെയിനായിട്ട് നമ്മുടെ ടിഷ്യൂസിൻ്റെയൊക്കെ ഷേപ്പും സ്ട്രക്ചറൊക്കെയാണ് ആര് പ്രൊമോട്ട് ചെയ്യുന്നുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന കോൺട്രോയിറ്റിൻ സൾഫേറ്റ്. അപ്പോൾ ഇവിടെയാണ് ബോണിലും കാർട്ടിലേജിലൊക്കെയാണ് അവരുടെ മോണോമേഴ്സ് ഏതൊക്കെയായിരുന്നു? ഡീഗ്ലൂക്യുറോണിക് ആസിഡും അതിൻ്റെ കൂടെ തന്നെ N-അസറ്റൈൽ ഗാലക്ടോസമീൻ കൂടിയാണ് കേട്ടോ. അടുത്തയാണ് ഹെപ്പാരിൻ. നമ്മൾ പറഞ്ഞില്ലേ ഒരു ആൻറ്റികോയാഗുലൻ്റ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ഹെപ്പാരിൻ്റെ കേസ് പറയുമ്പോൾ എവിടെയൊക്കെ ആയിരിക്കും? ബ്ലഡിൽ കാണപ്പെടുന്നുണ്ട്, ലങ്സിലുണ്ട്, ലിവറിലുണ്ട്, കിഡ്നിയിലുണ്ട്. ഇവിടെയൊക്കെ ഇവർ കാണപ്പെടുന്നുണ്ട്. ആൻറ്റികോയാഗുലൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവരുടെ മോണോമർ പറയുമ്പോൾ ഡീഗ്ലൂക്യുറോണേറ്റ്, ഇതൊരു മ്യൂക്കോപോളിസാക്കറൈഡ് തന്നെയാണ്. ഡീഗ്ലൂക്യുറോണേറ്റ് 2-സൾഫേറ്റും അതുപോലെ തന്നെ വേറൊരാൾ കൂടിയുണ്ട്. ഹെട്രോപോളിസാക്കറൈഡ് അല്ലേ, ആരുള്ള? N-സൾഫോഗ്ലൂക്കോസമീൻ 6-സൾഫേറ്റ്. ഡീഗ്ലൂക്യുറോണേറ്റ് 2-സൾഫേറ്റും N-സൾഫോഗ്ലൂക്കോസമീൻ 6-സൾഫേറ്റും ആണ് ഇവിടെ ഹെപ്പാരിൻ്റെ മോണോമറായിട്ട് വരുന്നുള്ളത്. അത് കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ ഡെർമാറ്റാൻ സൾഫേറ്റിലോട്ട് പോവാണ്. ഡെർമാറ്റാൻ സൾഫേറ്റ് അതും ഒരു മ്യൂക്കോപോളിസാക്കറൈഡ്, അത് നമ്മുടെ ഹെട്രോപോളിസാക്കറൈഡ് തന്നെയാണ്. നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ വാൾസിലും ഹാർട്ടിൻ്റെ വാൾസിലും, അതുപോലെ തന്നെ ഡെർമാറ്റ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലൊക്കെ കാണപ്പെടുന്നുള്ളൊരു മ്യൂക്കോപോളിസാക്കറൈഡ് ആണ് ഈ ഡെർമാറ്റൻ സൾഫേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇഡ്യൂറോണിക് ആസിഡാണ്. ഇഡ്യൂറോണിക് ആസിഡും പിന്നെ N-അസറ്റൈൽ ഗാലക്ടോസമീൻ 4-സൾഫേറ്റ് ആണ്. N-അസറ്റൈൽ ഗാലക്ടോസമീൻ 4-സൾഫേറ്റ് ആണ് ഇതിൻ്റെ മോണോമറായിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഈ ഡെർമാറ്റാൻ സൾഫേറ്റും അതുപോലെ തന്നെ കോൺട്രോയിറ്റിൻ സൾഫേറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആരാണ്? ഡീഗ്ലൂക്യുറോണിക് ആസിഡിന് പകരം ഇവിടെ L-ഇഡ്യൂറോണിക് ആസിഡാണ്. അത്രയാണ് വരുന്നുള്ളത്. പിന്നെ ഒരാൾ കൂടിയുണ്ട്, അതാണ് കെരാറ്റാൻ സൾഫേറ്റ് എന്ന് പറയും. കെരാറ്റാൻ സൾഫേറ്റ്. അപ്പോൾ ഡെർമാറ്റാൻ സൾഫേറ്റ് സ്കിന്നിലൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അത് നമ്മുടെ ടിഷ്യൂസിൻ്റെയൊക്കെ ഷേപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി കെരാറ്റാൻ സൾഫേറ്റ് പറയുമ്പോൾ അതിൻ്റെ മോണോമറായിട്ട് വരുന്നത് ഡി-ഗാലക്ടോസും അതുപോലെ തന്നെ N-അസറ്റൈൽ ഗ്ലൂക്കോസമീൻ 6-സൾഫേറ്റ്. N-അസറ്റൈൽ ഗ്ലൂക്കോസമീൻ 6-സൾഫേറ്റും അതുപോലെ തന്നെ ഡി-ഗാലക്ടോസും ആണ് ഇവിടെ മോണോമേഴ്സ് ആയിട്ട് വരുന്നത്. കെരാറ്റാൻ സൾഫേറ്റ് ആണ്. ഇവർ മെയിനായിട്ട് നമ്മുടെ കാർട്ടിലേജിൽ, അതുപോലെ തന്നെ കോർണിയ,
കോർണിയയിൽ അതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂലൊക്കെയാണ് പ്രസൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടിട്ടുണ്ട്, ഇതാണ് ഏത് പോളിസാക്കറൈഡാണ് നമ്മുടെ കോർണിയയെ ട്രാൻസ്പെറൻ്റ് ആക്കി വെക്കുന്നുള്ളത്. സോ വിച്ച് പോളിസാക്കറൈഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ദ കോർണിയ ട്രാൻസ്പെറൻറ്റ് ഓർ വിച്ച് പോളിസാക്കറൈഡ് കീപ്സ് കോർണിയ ട്രാൻസ്പെറൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കെരാട്ടാൻ സൾഫേറ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോളിസാക്കറൈഡ്സിൽ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഫുഡ് സോഴ്സസ് ആണ് പറയാനുള്ളത്. കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഉണ്ട്, അതുപോലെ തന്നെ അത് എത്രത്തോളം നമ്മൾ ഓരോ ഡെയിലി കഴിക്കണം, RDA അതുപോലുള്ള കാര്യങ്ങളാണ് വരാനുള്ളത്. അപ്പോൾ ക്ലാസിഫിക്കേഷനും അതിനകത്ത് ഓരോന്നിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഏകദേശം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സോഴ്സസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം മെയിനായിട്ട് നമ്മുടെ റൈസ്, അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ, ഫ്രൂട്ട്സ്, ഇതിനകത്തൊക്കെയാണ് ഇത് അടങ്ങിയിരിക്കുന്നത്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ലെഗ്യൂം പ്ലാന്റ്സ് ഉണ്ടല്ലോ, ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എന്ന് പറയുന്നില്ലേ, ഈ ലെഗ്യൂം പ്ലാന്റ്സിനകത്ത് സിംഗിൾ റോ സീഡ്സ് ഉള്ള ആൾക്കാരും കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു റിച്ച് സോഴ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് എന്ത് പറയാം, ഡെയറി ഫുഡ്സ്, നമ്മുടെ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. പക്ഷേ നമ്മുടെ ഈ എഗ്ഗ്, അതുപോലെ തന്നെ മീറ്റ്, പ്ലാന്റ് ഓയിൽ അതുപോലെയുള്ള സാധനങ്ങളൊന്നും ഒരു സോഴ്സായിട്ട് വരാറില്ല. ബാക്കിയുള്ളതൊക്കെ എന്തായിട്ട് വരുന്നുണ്ട്, ഒരു സോഴ്സായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് അതൊക്കെ എന്തിനു വരുന്നതാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ സോഴ്സായിട്ട് വരുന്നതാണ്. ഇനി നമ്മുടെ ഫ്രൂട്ട്സിന് ഒരുപാട് ഷുഗേഴ്സ് അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് ഗ്ലൂക്കോസൊക്കെ ഫ്രീ ഫോമിലാണ് നമ്മുടെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഫ്രൂട്ട്സിനകത്ത് ഫ്രീ ഫോമിൽ ഗ്ലൂക്കോസൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഗ്യാലക്ടോസ് പൊതുവെ കുറച്ചാണ്, അതായത് ഫ്രീ ആയിട്ട് കാണുക കുറച്ച് മാത്രമാണ്. അത് കിട്ടുന്നത് ലാക്ടോസിൻ്റെ ഡീഗ്രഡേഷൻ വഴിയാണ് നമുക്ക് ഗ്യാലക്ടോസ് കിട്ടുന്നത്, അല്ലാതെ അത് ഫ്രീ ആയിട്ട് നിൽക്കുന്നുള്ളത് കുറച്ച് തന്നെയാണ്. ഓക്കെ. പിന്നെ ഫ്രക്ടോസ് നമുക്കറിയാം ഫ്രൂട്ട്സിനകത്ത് കാണപ്പെടുന്നത് ഷുഗറാണ് ഫ്രക്ടോസ്. അതുപോലെ തന്നെ ഹണീനകത്തും പ്രസൻ്റ് ആയിട്ടുള്ളതാണ് ഏത്, ഫ്രക്ടോസ്. ഹണീനകത്ത് സൂക്രോസ് ആയിട്ടാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്, അതിൽ നിന്ന് ഡീഗ്രഡേഷൻ വഴി അത് ഫ്രക്ടോസ് ആയിട്ട് മാറുകയാണ്. പിന്നെ നോൺ വാട്ടർ കണ്ടൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഫ്രൂട്ട്സിനകത്ത് വാട്ടറുണ്ട്, നോൺ വാട്ടർ കണ്ടൻറ്റും ഉണ്ട്. അതിനകത്ത് നോൺ വാട്ടർ കണ്ടൻറ്റിനകത്താണ് ഈ കാർബോഹൈഡ്രേറ്റ് മെയിനായിട്ട് വരുന്നുള്ളത്. പിന്നെ ആനിമൽ ഫുഡായിട്ടുള്ള മീറ്റ്, ഫിഷ് അതുപോലെയൊക്കെ ലെസ് കണ്ടൻറ്റിലാണ് കാർബോഹൈഡ്രേറ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത്. മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ റൈപ്പൻഡ് ഫ്രൂട്ട്സിനകത്ത് മോണോസാക്കറൈഡ്സും ഡൈസാക്കറൈഡ്സും ഒക്കെ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഇതാണ് സോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മളിതിൻ്റെ RDA, അതായത് ഡെയിലി റിക്വയർമെൻറ്റ് എത്രത്തോളം, RDA എന്ന് പറയുമ്പോൾ റെക്കമെൻഡഡ് ഡെയിലി ഡയറ്ററി അലവൻസ്. ഇതാണ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഏജ്, അതുപോലെ തന്നെ നമ്മുടെ ജെൻഡർ, നമ്മുടെ വെയ്റ്റ്, നമ്മൾ എത്രത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും നമ്മൾ നമുക്ക് ടോട്ടൽ ഒരു ഡെയിലി കിട്ടുന്നുള്ളതിൽ 45 to 65% ഡെയിലി കലോറി വരേണ്ടത് ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. 45 to 65%. അതായത് നമുക്കൊരു അഡൾട്ടിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 130 grams ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഒരു അഡൾട്ടായിട്ടുള്ള ഒരാൾ കൺസ്യൂം ചെയ്യേണ്ടത്. 130 grams. 45 to 65% ഓഫ് കലോറീസും വരേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അഡൾട്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 130 gram ആണ് മെയിനായിട്ട് വരുന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം 1 gram ആണെങ്കിൽ 4 കിലോ കാലോറീസ് ആണ് കിട്ടുക. അപ്പോൾ 130 gram ആകുമ്പോൾ 520 calories ആണ് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് മാത്രം കിട്ടുന്നുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ എനർജി ആയിരിക്കാൻ വേണ്ടത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനും അതുപോലെ തന്നെ RBC ബ്രെയിനൊക്കെയാണ് മെയിനായിട്ട് ഈ എനർജി ആവശ്യമായിട്ട് വരുന്നുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന 130 gram ആർക്കാണ്, ഒരു നോർമലായിട്ടുള്ള ഒരു അഡൾട്ട്. പ്രഗ്നൻസി എന്നൊക്കെ പറയുമ്പോൾ ഒരു 175 gram വരെ പോവും. ഇനി അതുപോലെ തന്നെ ലാക്ടേഷൻ്റെ കേസിൽ 210 ഒക്കെ പോകാറുണ്ട്. പിന്നെ കുഞ്ഞു കുട്ടികളുടെ, അതായത് 12 months ഒക്കെ ആവുന്നവരിൽ ഒരു 95-60 gram ഒക്കെ മതിയാവും. അപ്പോൾ ലാക്ടേഷൻ്റെ കേസിൽ 210, പ്രഗ്നൻസിൻ്റെ കേസിൽ 175 ആണ് RDA വരുന്നുള്ളത്. അത് അത്രയാണ് RDAൻ്റെ കേസ് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇതിൻ്റെ ഡൈജഷനാണ്. അപ്പോൾ ഇത്രയും സോഴ്സും ക്ലാസിഫിക്കേഷനും ഫങ്ഷനും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, സ്ട്രക്ചറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് ഇതിൻ്റെ ഞാൻ പറഞ്ഞത് ഡൈജഷനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആവും. ഡൈജഷനും അതുപോലെ തന്നെ അബ്സോർപ്ഷനും നമുക്കിവിടെ നോക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡൈജഷൻ്റെ കേസിൽ പറയുമ്പോൾ നമുക്കറിയാം ഡൈജഷൻ എന്ന് വെച്ചാൽ ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസിനെ സിംപ്ലർ വൺസ് ആക്കി മാറ്റുക.
അല്ലെ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു ഫോമിലേക്ക് കൊണ്ടുപോകാമെന്നാണ് നമ്മൾ എന്തിനു പറയുന്നത്, ഡൈജഷൻ എന്ന് പറയുന്നതിലൂടെ പറയുന്നത്. അപ്പോൾ ഡൈജഷനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ മൗത്ത്, അല്ലെ മൗത്തിനകത്ത് എന്തുണ്ട്, സലൈവറി അമൈലേസ് ഉണ്ട്. അത് നമ്മുടെ പോളിസാക്കറൈഡ്, സ്റ്റാർച്ച് പോലുള്ള പോളിസാക്കറൈഡ്സിൻ്റെ പാർഷ്യൽ ഡൈജഷൻ അവിടെ നിന്ന് ചെയ്യും. പിന്നെ വരുന്നതാണ് സ്റ്റൊമക്ക്. സ്റ്റൊമക്കിനകത്ത് എന്തുണ്ട്, HCl ഉണ്ട്. ആ HCl വെച്ചിട്ട് പ്രോട്ടീൻ്റെ ഡൈജഷൻ നടക്കും. അവിടെ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഒന്നും നടക്കുന്നില്ല. പിന്നെ വരുന്നതാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ഒരുപാട് എൻസൈംസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ NaHCO3. നമുക്കറിയാം നമ്മുടെ സലൈവറി അമൈലേസൊക്കെ നമ്മുടെ മൗത്തിനകത്ത് ഉണ്ട്. പക്ഷേ അത് സ്റ്റൊമക്കിലെത്തുമ്പോൾ അത് ഇനാക്റ്റീവ് ആവുന്നു. എന്തുകൊണ്ട്, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൊണ്ടാണ് അത് ഇനാക്റ്റീവ് ആവുന്നുള്ളത്. വീണ്ടും പാൻക്രിയാസ് എന്ത് ചെയ്യുന്നു, സോഡിയം ബൈകാർബണേറ്റ് അത് റിലീസ് ചെയ്യുന്നതിലൂടെ ആ ആസിഡിറ്റി കുറയുന്നു. പിന്നെ ഒരുപാട് എൻസൈംസും ഈ പറഞ്ഞിരിക്കുന്ന പാൻക്രിയാസ് റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ലിവറിനകത്ത് എന്ത് വരുന്നുണ്ട്, ബൈൽ ആസിഡ്സ്, അല്ലേ, അതും നമ്മുടെ ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗോൾ ബ്ലാഡർ വരുന്നുണ്ട്. അതിനകത്താണ് ഈ ബൈൽ ജ്യൂസിനെ സ്റ്റോർ ചെയ്യുന്നുള്ളത്, ഗോൾ ബ്ലാഡർ. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്ത് വരുന്നുണ്ട്, ഫൈനൽ ഡൈജഷൻ, ലാസ്റ്റ്, അതിനപ്പുറം ഡൈജഷൻ പോകില്ല കേട്ടോ. അപ്പോൾ ഫൈനൽ ഡൈജഷൻ നടക്കുന്നുള്ളത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. പിന്നെ അബ്സോർപ്ഷനും ചെറിയ തോതിൽ അവിടെ വെച്ച്, ചെറിയ തോതിലല്ല നല്ലൊരു തോതിൽ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് ലാസ്റ്റ് അബ്സോർപ്ഷൻ വരുന്നുള്ളത്. മെയിനായിട്ട് നമ്മുടെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ വരുന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയാണ് സാധാരണ ഒരു ഡൈജഷൻ്റെ കേസിൽ പറയാം. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ പറയുമ്പോൾ നമുക്കറിയാം മെയിനായിട്ട് എന്താ ഉദ്ദേശം, പോളിസാക്കറൈഡ്സിനെ ഡൈസാക്കറൈഡ് ആക്കുന്നു, എന്നിട്ട് മോണോസാക്കറൈഡ് ആക്കുകയാണെന്ന് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് സലൈവറി അമൈലേസിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അവരെവിടെയുള്ളത്, നമ്മുടെ മൗത്തിൽ വെച്ചിട്ടാണുള്ളത്. നമുക്കറിയാം നമ്മുടെ മൗത്തിൽ വെച്ചിട്ട് ബിഗ് മോളിക്യൂൾസൊക്കെ ച്യൂയിങ്, അല്ലേ, നമ്മൾ ചവച്ചരക്കുന്നതിലൂടെ ചെറുതായിട്ട് മാറുന്നു. അതിനെ ആര് ചെയ്യുന്നു, അമൈലേസ് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുന്നു, ഡൈജസ്റ്റ് ചെയ്യുന്നു, അല്ലേ, പാർഷ്യൽ ഡൈജഷൻ ഇവിടെ നടക്കുന്നു. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന എൻസൈം എന്താണ്, ഷോർട്ട് ലിവ്ഡ്. കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ സ്റ്റാർച്ച് നമ്മൾ പഠിച്ചതല്ലേ, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുകയാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് മൗത്തിൽ നിന്ന് എങ്ങോട്ട് പോകും, സ്റ്റൊമക്കിലോട്ട് പോകും. സ്റ്റൊമക്കിൽ എന്തുണ്ട്, നമ്മുടെ HCl ഉണ്ട്. അപ്പോൾ അസിഡിറ്റി എന്തായാലും ആസിഡ് pH-ലല്ലേ, പക്ഷേ നമ്മുടെ സലൈവറി അമൈലേസിൻ്റെ അസിഡിറ്റി pH എന്ന് പറയുന്നത്, ഒപ്റ്റിമം pH എന്ന് പറഞ്ഞാൽ 6.6 തൊട്ട് 6.8 വരെയാണ്. അവർക്ക് നല്ല അസിഡിക് ആയിട്ടുള്ള കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റൊമക്കിലേക്ക് എത്തുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു, നമ്മുടെ സലൈവറി അമൈലേസിൻ്റെ ആക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ്, സ്റ്റൊമക്കിനകത്ത് ഒരു ഡൈജഷൻ നമ്മുടെ സലൈവറി അമൈലേസിൻ്റെ നടക്കുന്നില്ല കേട്ടോ. പിന്നെ പിന്നെ നടക്കുന്നുള്ളത് സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ്. നേരെ അവരെങ്ങോട്ട് പോകുന്നു, സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ച് പോകുന്നു. സ്മോൾ ഇൻഡസ്ട്രിയിൽ ആരുണ്ടാവും, പാൻക്രിയാറ്റിക് അമൈലേസ് ഉണ്ടാവും. എന്തുണ്ടാവും, പാൻക്രിയാറ്റിക് അമൈലേസ് ഉണ്ടാവും. അതുപോലെ തന്നെ മാൾട്ടേസ് ഉണ്ടാവും. ഡൈസാക്രൈഡ് ആയിട്ടല്ലേ ഉള്ളത്, അപ്പോൾ മാൾട്ടേസ് ഉണ്ടാവും, സൂക്രേസ് ഉണ്ടാവും, ലാക്ടേസ് ഉണ്ടാവും. അതുപോലെയുള്ള എല്ലാ എൻസൈംസ് ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ പാൻക്രിയാസിൽ. ആരാ ഇത് സെക്രീറ്റ് ചെയ്യുന്നുള്ളത്, അസിനാർ സെൽസ് ഓഫ് ദ പാൻക്രിയാസ് കേട്ടോ. പഠിച്ചോക്കണേ, അസിനാർ സെൽസ്, നമ്മുടെ പാൻക്രിയാസിനകത്തുള്ള അസിനാർ സെൽസ് എന്ത് ചെയ്യും, ഇതിനെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഈ എൻസൈം ഉണ്ടല്ലോ, ഈ അമൈലേസ് എൻസൈമിന് ഏത് മാത്രമേ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ, ആൽഫ 1,4 ലിങ്കേജ് മാത്രമേ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആൽഫ 1,6 ചിലതിനകത്ത് പ്രസൻ്റ് ആയിട്ടില്ലേ, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻസൈംസ് ആവശ്യമാണ്. അത് ഒന്നെങ്കിൽ ഐസോമാൾട്ടേസ്, ഏതാണ് ഐസോമാൾട്ടേസ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഡെക്സ്ട്രീനേസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ് ആൽഫ 1,6 ലിങ്കേജസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പോളിസാക്കറൈഡ്സ് എന്ത് ചെയ്യുന്നു, ഡൈസാക്കറൈഡ് ആവുന്നു. ഡൈസാക്കറൈഡ് പിന്നെ എന്തായിട്ട് മാറുന്നു, ആരായിട്ട് മാറുന്നു, മോണോസാക്കറൈഡ് ആയിട്ട് മാറുന്നു. പിന്നെ നമുക്കറിയാം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ആരുണ്ട്, ഒരു വില്ലൈ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അല്ലേ. ആ വില്ലൈ സ്ട്രക്ചറിനകത്ത് എന്തുണ്ട്, എൻറ്ററോസൈറ്റ്സ് ഉണ്ട്. അവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന മാൾട്ടേസും ലാക്ടേസും അതൊക്കെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അവരാണ് നമ്മുടെ ഡൈസാക്കറൈഡ്സിനെ മോണോസാക്കറൈഡ്സ് ആയിട്ട് മാറ്റുന്നുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കേസിൽ വരുന്നുള്ളത്, നമ്മളെ ഡൈജഷൻ്റെ കേസിൽ വരുന്നുള്ളത്. മോണോസാക്കറൈഡ്സ് ആയാലും ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നു. അങ്ങനെ ഡൈജഷൻ ചില സമയത്ത് നമ്മൾ ലാക്ടേസ് എൻസൈം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ലാക്ടോസിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ലാക്ടേസ് എൻസൈം ഇല്ലാതിരിക്കുമ്പോഴാണ് ലാക്ടോസ് ഇൻടോളറൻസ് വരുന്നുള്ളത് കേട്ടോ. അപ്പോഴാണ് എന്തൊക്കെ വയറ്റിൽ നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുള്ളത്, പാല് തൈരൊക്കെ കുടിക്കുന്നവർക്ക്. അപ്പോൾ ഡൈജഷൻ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി വരേണ്ടത് അബ്സോർപ്ഷനാണ്. അബ്സോർപ്ഷൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ ഡൈസാക്കറൈഡിനെ ഒന്നല്ലല്ലോ അബ്സോർബ് ചെയ്യുന്നത്, നമ്മളെപ്പോഴും മോണോസാക്കറൈഡ്സിനെയാണ് അബ്സോർബ് ചെയ്യുക. മോണോസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിനായിട്ട് നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അല്ലെ, ഗാലക്ടോസ് ഒക്കെയാണ് മെയിനായിട്ട് ഉണ്ടാവുക നമ്മളെ യൂഷ്വൽ ഫുഡിനകത്ത് വരുന്നുള്ള മോണോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്.
അതിനകത്ത് 80% ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഗ്ലൂക്കോസ് ആയിരിക്കും. 80% ആരായിരിക്കും ഉണ്ടാവുക? ഗ്ലൂക്കോസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മെയിനായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നുള്ളത് ഡുവോഡിനം, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ 3 പാർട്ട് ഉണ്ട് അല്ലേ, അതിനകത്ത് ഡുവോഡിനവും അതുപോലെ തന്നെ അപ്പർ ജെജുനം ഈ 2 പാർട്ടിൽ വെച്ചിട്ടാണ് അപ്പർ ജെജുനം ഉണ്ടോ, ഇത് 2 വെച്ചിട്ടാണ് മെയിനായിട്ട് നമ്മുടെ ഈ മോണോസാക്കറൈഡ്സിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ നടക്കുന്നുള്ളത്. പിന്നെ ഈ ഗാലക്ടോസും അതുപോലെ തന്നെ ഗ്ലൂക്കോസും ഇവരൊക്കെ എന്താണ് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിലാണ് എന്താണ് അബ്സോർബ് ചെയ്യുന്നുള്ളത്. അതായത് ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ, ഇവിടെ ലോവർ കോൺസെൻട്രേഷൻ. സാധാരണ എപ്പോഴും എന്താണ് ഹൈ കോൺസെൻട്രേഷനിലെടുത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ടാണ് ഇതുണ്ടാവുക. അത് എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് പറയും. ഇവിടെ എഗെയിൻസ്റ്റ് ആണ്. എഗെയിൻസ്റ്റ് എന്ന് പറയുമ്പോൾ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസും ഗാലക്ടോസും അങ്ങനെയാണ് മൂവ് ചെയ്യുന്നുള്ളത്, നമ്മുടെ സെല്ലിനകത്തേക്ക് അബ്സോർബ് ചെയ്യുന്നുള്ളത് ഏതാണ്? എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. പക്ഷേ ഫ്രക്ടോസ് അങ്ങനെയല്ല. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. അതായത് അവിടെ ഒരുപാട് ATPs കൺസ്യൂം ചെയ്യുന്നുണ്ട്. എനർജി കൺസ്യൂം ചെയ്തുകൊണ്ട് ഈ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. ഫ്രക്ടോസ് അങ്ങനെയല്ല, നേരെ പോകുന്നു എന്താണ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് പോകുന്നു. അവിടെ എനർജി ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ കേസ് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞല്ലോ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഗാലക്ടോസിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും കേട്ടോ, ഗ്ലൂക്കോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും കേസിൽ നമുക്ക് എന്ത് വേണം? ഗ്ലൂക്കോസും ഗാലക്ടോസിൻ്റെയും കേസിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അവിടെ നമുക്ക് ഓക്സിജൻ റിക്വയർ ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ സോഡിയം റിക്വയർ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് രണ്ടും റിക്വയർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അബ്സോർപ്ഷൻ റേറ്റ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്നുള്ളത് നമ്മുടെ ഗാലക്ടോസാണ്. അതിൻ്റെ റേറ്റ് 1.1 ആണ്. ഗ്ലൂക്കോസിൻ്റെത് 1.0 ആണ്. അപ്പോൾ ഏകദേശം നിയർ വാല്യൂ ആണ്, എങ്കിലും ഫാസ്റ്റായിട്ട് ഗാലക്ടോസാണ് അബ്സോർബ് ചെയ്യുന്നുള്ളത്. പിന്നെ ഫ്രക്ടോസിൻ്റെ ഒക്കെ പറയുകയാണെങ്കിൽ 0.4 ആണ്. ഫ്രക്ടോസ് 0.4 ആണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും ട്രാൻസ്പോർട്ട് അല്ലേ, അത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനകത്ത് ഉണ്ട്. അപ്പോൾ അവിടുന്ന് അത് അവർ നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് സെല്ലിനകത്തേക്ക് പോകണ്ടേ, ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ അല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു ട്രാൻസ്പോർട്ടറാണ് SGLT1 എന്ന് പറയുന്നത്. എന്താണിത്? SGLT1 എന്ന് പറയുന്നത്. SGLT1ൻ്റെ ഹെൽപ്പോട് കൂടി, SGLT1 എന്ന് പറയുമ്പോൾ സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ട് 1, സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ട് 1 ആണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. അതായത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഗ്ലൂക്കോസിനെ കൊണ്ടുപോകുന്നുള്ളത് ആരുടെ കൂടെയാണ്? ഗ്ലൂക്കോസും ഗാലക്ടോസും ഉണ്ടാവും, അതിൻ്റെ കൂടെ സോഡിയം ഉണ്ടാവും. അപ്പോൾ സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ട് 1 ആണ് ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ള ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഇത് നമ്മുടെ വില്ലയ്ക്കകത്തുള്ള എൻഡ്രോസൈറ്റ്സ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലഡ് സർക്കുലേഷനിൽ പോകും. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് GLUT2 ആണ്. GLUT2 ആണ് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മുടെ ഇത് ഗ്ലൂക്കോസിൻ്റെ ഗാലക്ടോസിൻ്റെ കേട്ടോ. ഫ്രക്ടോസിൻ്റെ കേസിൽ GLUT5 ആണ് എൻഡ്രോസൈറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ മാനോസ്, സൈലോസ്, അറബിനോസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാസീവ് ഡിഫ്യൂഷൻ വഴി പോകുന്നതാണ്. അതിനൊന്നും എനർജി ആവശ്യമായിട്ടില്ല. മെയിനായിട്ട് ഗ്ലൂക്കോസിനും ഗാലക്ടോസിനുമാണ് എനർജി ആവശ്യമായിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു കാര്യം കൂടി ഓർക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഇതൊരു സെല്ലിനകത്തേക്ക് പോകുമ്പോൾ ആര് കൂടി ഉണ്ട്? സോഡിയവും ഗ്ലൂക്കോസും ഉണ്ട്, ഗാലക്ടോസും ഉണ്ട്. അപ്പോൾ ഗ്ലൂക്കോസിനും ഗാലക്ടോസിനും എന്താ ആവശ്യം വരുന്നുണ്ട്? എനർജി ആവശ്യം വരുന്നുണ്ട്. പക്ഷേ സോഡിയത്തിന് എനർജി ആവശ്യമില്ല, കാരണം അവർ എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് മൂവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് മൂവ് ചെയ്യുമ്പോൾ അവിടെ എനർജി ആവശ്യമില്ല, അവർ എനർജി റിലീസ് ചെയ്യുന്നു. ആ എനർജീനെ ആര് യൂട്ടിലൈസ് ചെയ്യുന്നു? ഗ്ലൂക്കോസും ഗാലക്ടോസും യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവരുള്ളിലോട്ട് കയറുന്നുള്ളത്. അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ മോണോസാക്കറൈഡ് കഴിയുമ്പോഴും 2 സോഡിയം നമുക്കവിടെ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. 2 sodium ions ആർ റിക്വയർഡ് ഫോർ ഈച്ച് മോണോസാക്കറൈഡ് ട്രാൻസ്പോർട്ടഡ്. അപ്പോൾ ഓരോ മോണോസാക്കറൈഡ് പോകുമ്പോഴും നമുക്ക് 2 sodium ions നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇത് നമ്മുടെ ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ SGLT എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ട് 1. GLUT5 എന്താണ്? നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രക്ടോസിനെ കൊണ്ടുപോകാൻ വേണ്ടി GLUT5 വരുന്നു. GLUT2 നമ്മുടെ ഗ്ലൂക്കോസിനും ഗാലക്ടോസിനും വരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഇനി അവസരം വരുമ്പോൾ നമ്മൾ ലിപ്പിഡ്സ് കൂടി എടുത്ത് തന്നെയായിരിക്കും കേട്ടോ. സോ താങ്ക് യു.